ഹായ് ഓൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് IIMs. IIMലെ ഇൻ്റഗ്രേറ്റഡ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കുള്ള എൻട്രൻസ് എക്സാമാണ് IP-MAT. ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ IP-MATൻ്റെ 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു IP-MAT 2026 നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ IP-MAT കണ്ടക്ട് ചെയ്യുന്നത് IIM ഇൻഡോറാണ്. അപ്പോൾ IIM ഇൻഡോർ അവരുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മീൻസ് അവരുടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്കോർ എടുക്കുന്നുണ്ട്. അതല്ലാതെ IIM ഇൻഡോർ അല്ലാത്ത മറ്റു ചില IIMകളും ഇതേപോലെ അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് IIM ഇൻഡോർ നടത്തുന്ന IP-MATൻ്റെ സ്കോർ എടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയാറുള്ളത് MBA ആണ്. IIMs ഓഫർ ചെയ്യുന്ന MBAൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് PGP ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്. അത് 2 വർഷം ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ IPM എന്ന് പറയുന്നത് 5 വർഷം ദൈർഘ്യമുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 വർഷം BA പ്രോഗ്രാമും അത് ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെൻറ്റ് രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷമുള്ള 2 വർഷം MBA ആയിട്ടാണ് അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ ഇതിൻ്റെ കോഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് IIMs അതിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്, പക്ഷേ പല IIMsലും അതിൻ്റെ പേര് ഡിഫറെൻ്റ് ആണ്. പല രീതിയിലാണ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു IPM പ്രോഗ്രാമിന് 150 സീറ്റാണ് IIM ഇൻഡോറിൽ ഉള്ളത്. ഓക്കെ, IPM പ്രോഗ്രാമിൻ്റെ കരിക്കുലം, കോഴ്സ് ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് IIM ഇൻഡോറിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ആദ്യത്തെ 3 വർഷങ്ങളിൽ ട്രെയിൻ ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ചില കോഴ്സസ് ആണ്. ഹ്യൂമാനിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ചില മൈനർ പേപ്പർ കോഴ്സസും ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യത്തെ 3 വർഷങ്ങളിൽ ഓഫർ ചെയ്യുന്നുണ്ട്. IIMsൻ്റെ ഫീ സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓരോ പ്രോഗ്രാമിൻ്റെയും ഫീ സ്ട്രക്ചർ അവർ ഓരോ വർഷം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ IPM പ്രോഗ്രാമിൻ്റെ ഫീ സ്ട്രക്ചർ ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെർ ആനം വരുന്നത് 7,50,000 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 വർഷം 7,50,000 വരും. ബാക്കിയുള്ള ഫീസ് അവർ കറക്റ്റ് ഒരു എമൗണ്ട് ആയിട്ട് പറയണില്ല. കാരണം 4ാമത്തെ 5ാമത്തെ വർഷം ഇതിൻ്റെ മാസ്റ്റർ പാർട്ടാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പാർട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഫീസായിരിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് പാർട്ടിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ പറയുന്നത്. IP-MAT 2026ൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്ലിക്കേഷൻ ഓൾറെഡി ഫെബ്രുവരി 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 14. പിന്നെ IP-MATൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഏതാണ്? മെയ് 4. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടക്കുക. സമയം ആഫ്റ്റർനൂൺ ആണ്, 2 മണി മുതൽ 4 മണി വരെ. IP-MAT 2026ൻ്റെ എലിജിബിലിറ്റിയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഏജിൻ്റെ ക്രൈറ്റീരിയ നോക്കാം. ജനറൽ OBC വിഭാഗക്കാർക്ക് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് 2006 ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ അതിന് ശേഷമോ ആയിരിക്കണം. എന്നാൽ SC ST PWD വിഭാഗക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് 2001 ഓഗസ്റ്റ് 1 അതിന് ശേഷമോ ആണ്. ഓക്കെ, അപ്പോൾ 2 ഡേറ്റും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അക്കാഡമിക് ക്വാളിഫിക്കേഷനിലോട്ട് വരികയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ 12ാം ക്ലാസ് 2024 2025 എഴുതിയവർക്കും ഇനി 2026 നിലവിൽ എഴുതാൻ പോകുന്നവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. IP-MAT 2026ൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. ഇതിന് വരുന്ന അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 4,130 റുപ്പീസാണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് വരുന്നത് 2,065 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോയിൽ അവർ പറയുന്ന കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മളെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താണോ അപ്ലിക്കേഷൻ്റെ സമയത്ത് കൊടുത്ത കാറ്റഗറി, ആ കാറ്റഗറി പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് ഈ IP-MAT 2026ൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഓവർവ്യൂ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് IP-MAT എക്സാം എഴുതാം. ആദ്യത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇൻ്റർവ്യൂക്ക് ഷോർട്ട് ലിസ്റ്റ് ആയാൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെയും
പേഴ്സണൽ ഇൻ്റർവ്യൂവിലെയും സ്കോറുകൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ 2026 IP മാറ്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായും അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കിയിരിക്കണം. കാരണം മെയിൻ, അഡ്വാൻസ് അല്ലെങ്കിൽ നീറ്റ് പോലെയുള്ള ഒരു സബ്ജക്ട്സ് അല്ല ഈ ഒരു എക്സാമിന് വരുന്നത്. PCMB സബ്ജക്ട്സ് അല്ല ഇതിന് വരുന്നത്. ഇതിന് വരുന്ന സബ്ജക്ട്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, പിന്നെ വെർബൽ എബിലിറ്റിയാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ലെവലുള്ള മാത്തമാറ്റിക്സ് ആണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. വെർബൽ എബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു പ്രൊഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിലെ MCQs ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ വെർബൽ എബിലിറ്റിയിൽ ഏത് മാത്രമേ ഉള്ളൂ? MCQ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ആൻസറിന് അവാർഡ് ചെയ്യുന്ന സ്കോർ എന്ന് വെച്ചാൽ +4 ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് -1 ഫോർ റോങ് ആൻസേഴ്സ്. ഓക്കെ, എന്നാൽ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഏതിലില്ല? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിക്കാണ് 2 ടൈപ്പ് ഉള്ളത്, MCQ ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സെക്ഷണൽ ടൈം ഡ്യൂറേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ MCQക്ക് 40 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഷോർട്ട് ആൻസറിന് 40 മിനിറ്റ്, വെർബൽ എബിലിറ്റിൻ്റെ ടൈം 40 മിനിറ്റ്. അപ്പോൾ മൊത്തത്തിൽ 40 അല്ലെ 120 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ അത് CBT നടക്കുമ്പോൾ കറക്റ്റ് ആ 40 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ കഴിയും. അതായത് 40 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ MCQ പിന്നെ എഴുതാൻ പറ്റില്ല, പിന്നെ ഇതിക്ക് പോകും. പിന്നെയുള്ള 40 മിനിറ്റിൽ ഇത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ വെർബൽ എബിലിറ്റി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ടോട്ടൽ ഡ്യൂറേഷൻ എത്ര ഉണ്ടെങ്കിലും ഓരോ ആ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്ട്സിന് വരെ ആ ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. IP മാറ്റ് 2026 എഴുതാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും IP മാറ്റിൻ്റെ ഒരു സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ മെയിൻ, അഡ്വാൻസ്, നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയാണ്, PCMB ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആകുമ്പോൾ പ്രധാനമായിട്ടും സബ്ജക്ട്സ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, നമ്മൾ ഷോർട്ടായിട്ട് QA എന്ന് പറയും. പിന്നെ രണ്ടാമത്തത് വെർബൽ എബിലിറ്റി. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ആപ്റ്റിറ്റ്യൂഡ് ലെവൽ മാത്തമാറ്റിക്സ് ആണ്. വെർബൽ എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കില്ലും പ്രൊഫിഷ്യൻസിയുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 സെക്ഷൻസ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിൻ്റെ MCQ പാർട്ടും ഉണ്ട്, ഷോർട്ട് ആൻസർ പാർട്ടും ഉണ്ട്. വെർബൽ എബിലിറ്റിൻ്റെ MCQ പാർട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് മാർക്കിംഗ് സ്കീം? കറക്റ്റ് ആൻസറിന് 4 മാർക്ക്, നെഗറ്റീവ് മാർക്ക് -1 മാർക്കാണ് ഉള്ളത്. പക്ഷെ അത് ഏതിനില്ല? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾക്ക് ഇല്ല. ഏതിന് മാത്രമേ ഉള്ളൂ? MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മൊത്തം ഈ എക്സാമിൻ്റെ ഒരു ടൈം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 120 മിനിറ്റ്സിലാണ് ഈ ഒരു എക്സാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം പറയുന്നുണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുള്ള MCQ 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുള്ള ഷോർട്ട് ആൻസർ 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, വെർബൽ എബിലിറ്റിക്കുള്ള ടൈം 40 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ സെക്ഷൻ അതിനാ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ സെക്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ QAൻ്റെ MCQ 25%, QAൻ്റെ ഷോർട്ട് ആൻസർ 25%, ബാക്കി 50% എന്താണ്? വെർബൽ എബിലിറ്റിയാണ്. ഓക്കെ, IP മാറ്റ് 2026ൻ്റെ ഫൈനൽ സെലക്ഷൻ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നത് 2 ഘടകങ്ങളാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്കോറിന് വരുന്ന പെർസെൻറ്റേജ് വെയിറ്റേജ് എന്ന് പറയുന്നത് 65%. പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ വെയിറ്റേജ് വരുന്നത് 35%. ഓക്കെ, അപ്പോൾ ഈ 2 കോമ്പോണൻസിൻ്റെ പെർസെൻറ്റേജും പരിഗണിച്ചുകൊണ്ടാണ് ഫൈനൽ സ്കോർ ഉണ്ടാക്കുന്നത്. ആ ഫൈനൽ സ്കോർ അനുസരിച്ചിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. IP മാറ്റിൻ്റെ റിസർവേഷൻ പോളിസി സാധാരണ എല്ലാ എൻട്രൻസ് എക്സാമുകളുടെ പോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിസർവേഷൻ നോംസ് പ്രകാരമാണ് നടത്തുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ എക്സാം സെൻറ്റേഴ്സ് നോക്കുമ്പോൾ ഇന്ത്യയിലുടനീളം 39 സെൻറ്റേഴ്സിലായിട്ടാണ് IP മാറ്റ് 2026 കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ IP മാറ്റ് 2026 നടക്കുന്ന ഡീറ്റെയിൽഡ് സെൻറ്റേഴ്സ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലുള്ള അഡ്മിഷൻ ബ്രോഷർ നോക്കിയാൽ മതി. അപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിൽ വരുന്ന സെൻറ്റേഴ്സ് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, ഈ 3 സെൻറ്റേഴ്സാണ് വരുന്നത്. IP മാറ്റ് നടത്തുന്നത് IIM ഇൻഡോർ ആണെങ്കിലും IP മാറ്റിൻ്റെ സ്കോറ് മറ്റു ചില IIMസും അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് പരിഗണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള IIMs നമുക്ക് നോക്കാം. IIM റാഞ്ചി, IIM അമൃത്സർ, IIM ഷില്ലോങ്, IIM സിർമൗർ.
ഓക്കെ. പിന്നെ IIM ജമ്മു, IIM ബോധ്ഗയ തുടങ്ങിയ 2 IIMs സെപ്പറേറ്റ് ആയിട്ട് ഒരു ജിപ്പ് മാറ്റ് എന്ന് പറയുന്ന എക്സാമിലൂടെയാണ് അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, IIM രോഹ്തക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. IP മാറ്റ് എഴുതിക്കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ IPM പ്രോഗ്രാം സെലക്ട് ചെയ്യണം? IIMസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് PGPയും EPGPയും ആണ്. അതായത് ഈ 2 പ്രോഗ്രാംസും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിംഗ് മാനേജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിംഗ് മാനേജ്മെൻറ്റ്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ്, അതായത് BTech, BS പോലെയുള്ള ബാച്ചിലർ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് CAT എന്ന കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിക്കൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ ചേരാറുള്ളത്. ഓക്കെ. അപ്പോൾ IPMലൂടെ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ തന്നെ ഒരു മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് പഠിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ മേജർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. IP മാറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ 2 സബ്ജക്ട്സ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, വെർബൽ എബിലിറ്റി, ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് മനസ്സിലാക്കുക, ഇതിൻ്റെ ബേസിക്സ് പഠിക്കുക, തിയറി പഠിക്കുക, എന്നിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം, മോഡൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. വെർബൽ എബിലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് കോംപ്രിഹെൻഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് വായിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ ടോട്ടൽ ഒരു കൺക്ലൂഷനിൽ എത്താനുള്ളൊക്കെയുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഐഡിയൽ ആയിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.